ഞാൻ പ്രതാപ് കിഴക്കേമഠം. ഞാൻ എഴുതിയ പുസ്തകമാണ് ശ്രീകണ്ഠേശ്വരം പുറപ്പാട് ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ. തിരുവിതാംകൂർ ഭരണാധികാരികളായ മഹാരാജാക്കന്മാർ അവരുടെ ആരാധ്യമൂർത്തികളിൽ ശ്രീകണ്ഠേശ്വരന് നൽകിയ പ്രാധാന്യവും ക്ഷേത്രത്തിന് നൽകിയ സംഭാവനകളുമൊക്കെ ഓർമ്മിച്ചുകൊണ്ടും രാജകുടുംബാംഗങ്ങളുടെ പള്ളിക്കെട്ട് നാൾ വധൂവരന്മാർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശ്രീകണ്ഠേശ്വരത്തിന് ദർശനം നടത്തി കാണിക്ക അർപ്പിക്കുന്ന ചടങ്ങിനെയാണ് ശ്രീകണ്ഠേശ്വരത്ത് പുറപ്പാട് എന്ന് പറയുന്നത്. ശ്രീകണ്ഠേശ്വരൻ്റെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ ആചാരനാമത്തോടൊപ്പം ഇണക്കിച്ചേർത്താണ് ഈ ഗ്രന്ഥത്തിന് ശ്രീകണ്ഠേശ്വരം പുറപ്പാട് ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ എന്ന് നാമകരണം ചെയ്തത്. മൂലങ്ങളിലെ ആദ്യത്തെ മെമ്പർമാർ അംബശിമൂലം രാമവർമ്മ യൂണിയൻ ക്ലബ്ബുണ്ടായിരുന്നു. ട്രിവാൻഡ്രം യൂണിയൻ ക്ലബ്ബുണ്ടായിരുന്നു അതിൻ്റെ പേര്. അപ്പം അമ്മ ആദ്യം ഷോർട്സ് ഇട്ടുണ്ട്. അല്ല അറിഞ്ഞില്ല അപ്പുറത്ത് കാണുന്നു.
ടി രാമാനന്ദകുമാർ ഒന്ന് വേദിയിലേക്ക് കടന്നു വരണം എന്ന് അപേക്ഷിക്കുന്നു. പക്ഷെ കിഴക്കേമഠം തോന്നുന്നവരെ കയ്യിലുണ്ട്. അത് അവസാനം അസ്ഥികമൊക്കെ ആരോ ഒരു കത്തഴി ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് രേഖകൾ കൊണ്ട് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു RPS ഓഫീസറെ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം എഴുതി കൊടുത്തു. ഇത് രേഖകളുടെ കോപ്പിയാണ്. ഈ കോപ്പി ശിവക്ഷേത്രം നമ്മുടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പല ജില്ലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെ പല ജില്ലകളിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയാം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അറിയുന്നത് പോലെ തന്നെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തെപ്പറ്റി അറിയും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് നമുക്ക് പക്ഷെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു രേഖ ഇവിടെ തുടങ്ങി. ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നന്മാൾവാർ എന്ന് പറയുന്ന വൈഷ്ണവ കവി പാടിയത് 9-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ കവി നന്മാൾവാർ പാടിയതാണ് നമ്മൾ ആദ്യത്തെ രേഖ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പറയുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്നത് യൂറോപ്യന്മാർ വന്നതിന് ശേഷം മറ്റ് നഗരങ്ങളുണ്ടായിട്ടുള്ളൂ. ഒരു ക്ഷേത്രവും അതിന് ചുറ്റുമുള്ള പ്രദേശവും അതാണ് ശരിക്കും ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ശരിക്കും സാധാരണ ഒരു ശ്രീകണ്ഠേശ്വരം പുറപ്പാടെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം തോന്നും ചരിത്രവും അല്ലെങ്കിൽ ഐതിഹ്യവും ഒക്കെ കൂട്ടിക്കുഴച്ചുള്ള ഒരു പുസ്തകമാണെന്ന്. തികച്ചും വ്യത്യസ്തമായ, ഇപ്പം മലയങ്കീഴ് സാർ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ചരിത്രപരമായി സൂക്ഷിച്ചു വെക്കേണ്ട ഒരു പുസ്തകമാണ്. പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തമ്പിയുടെ ദൗഹിത്രിയുടെ പൗത്രനും ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ പൗത്രൻ്റെ പൗത്രനുമാണ് പ്രതാപ. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു കിഴക്കേമഠം ഗോവിന്ദൻ നായർ. നമ്മളൊക്കെ സ്നേഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ പുത്രന് സകല ആശംസകളും നേരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ജൈനമുനി ഉദ്യോധന സുരി തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം ആ സർവകലാശാല സന്ദർശിച്ച് അദ്ദേഹം എഴുതിയ ചരിത്രം ഉണ്ടെന്നും അത് വളരെ കൗതുകകരമാണെന്നും ഒക്കെ ഇന്ന് നമ്മുടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാൻ ചെറിയൊരു കൗതുകകരമായ കാര്യം മാത്രമേ സർവകലാശാലയെക്കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിലെ കലാലയങ്ങൾ എടുത്താൽ പലതും കാര്യമുണ്ട്. ഞാൻ 1983 എഡിഷൻ വരുമ്പോൾ ഒന്ന് പരാമർശിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നമുക്ക് പിന്നെ ഈ സ്ഥലത്തിൻ്റെ സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യം അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ച് എഴുതിയതുകൊണ്ട് അദ്ദേഹം അധികം പരാമർശം അതിനകത്ത് നടത്തിയിട്ടില്ല. നമുക്കറിയാം ശ്രീകണ്ഠേശ്വരം തട്ടറാവുള്ള അദ്ദേഹത്തിൻ്റെ മാധുരനായിട്ടുള്ള ടി ഗോവിന്ദപിള്ള സാഹിത്യ ചരിത്രം എഴുതിയിട്ടുള്ള ടി ഗോവിന്ദപിള്ള അവരൊക്കെ പറഞ്ഞാണ് നമ്മളെന്ന് അറിയപ്പെടുന്ന. ഏറെ സ്നേഹത്തോടെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെയാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ശ്രീ ഹരിദാസൻ നായർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്ന്, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും പ്രതാപന് NSS പബ്ലിക് സ്കൂൾ പെരുത്താനിയിലെ നഴ്സറി സ്കൂളിലാണ് സഹപാഠികളാണ്. കുറെ കൂടുതൽ ഞങ്ങളെ കൂടെ ഉള്ള സുഹൃത്തുക്കളിവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ചരിത്ര പുസ്തകം ആധികാരികമായി എഴുതി എന്നുള്ള ആ ഒരു വേളയിൽ, ആ പ്രകാശനം നടക്കുന്ന വേളയിൽ എന്നെയും കൂടി ക്ഷണിച്ചത്, അതിൽ എനിക്കിവിടെ ഇരിക്കാൻ, ഈ മഹത് വ്യക്തികളുടെ കൂടെ എനിക്കിവിടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയതിനുള്ള സന്തോഷം. സൈന്ധവ ബുക്സ് പ്രസിദ്ധീകരിച്ച ശ്രീകണ്ഠേശ്വരം പുറപ്പാട് എന്ന ശ്രീ പ്രതാപ കിഴക്കേമഠത്തിൻ്റെ പുസ്തകത്തിനെ പരിചയപ്പെടുത്തുകയാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നതാണ് പുസ്തകത്തിൻ്റെ എല്ലാ അധ്യായത്തോടെയും സമഗ്രമായി കടന്നു പോകേണ്ട കാര്യം. ഒരു ആമുഖം, ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ദൃശ്യം വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കടമ. അപ്പം ഈ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ പോലെ ശ്രീകണ്ഠേശ്വരം പുറപ്പാടെന്നാണ്. ഈ പുറപ്പാട് എന്താണെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. തിരുവിതാംകൂർ രാജ കുടുംബാംഗങ്ങൾ വിവാഹം കഴിഞ്ഞാൽ ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ദർശനം നടത്തുന്ന ചടങ്ങാണ്
ശ്രീകണ്ഠേശ്വര പുറപ്പാട്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം ശ്രീകണ്ഠേശ്വര പുറപ്പാട് എന്ന പേര് ഈ പുസ്തകത്തിന് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സി വി രാമപിള്ള ജനിച്ച അദ്ദേഹത്തിൻ്റെ ആഖ്യായികളൊക്കെ വായിച്ച നാട്ടിലാണ് ജീവിക്കുന്നത്. അദ്ദേഹമായിട്ട് നവതാരമായിട്ടുള്ള സൗഹൃദം, പിന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹ ബന്ധത്തിലൂടെ നമ്മുടെ ബന്ധുക്കളുമാണ്. എന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഇടയ്ക്ക് സൈദ ബുക്സ് സൈത്ത് എന്നോട് പറഞ്ഞത്, പട്ടും പരിവട്ടം എന്ന് പറയുന്ന പുസ്തകം അധികം പേർക്കും ആവശ്യമില്ലെങ്കിലും അത് വായിക്കാൻ ആഗ്രഹിക്കുന്ന, അത് ആവശ്യപ്പെടുന്ന കുറേ പേർ ഇപ്പോഴും ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രസക്തി അതിനുണ്ടായിരുന്നു. സമാനമായി എൻ്റെ നാടിൻ്റെ പത്മനാഭപുരത്തിൻ്റെ കഥ കൂടെ ഞാൻ എഴുതണമെന്ന് പ്രധാനം നിർബന്ധിക്കും. പി കെ രാജശേഖരനും എന്നോട് പറയാറുണ്ട്, ഇനിയൊരു തലമുറയിൽ ആരും ഉണ്ടാവില്ല പഴയ കാര്യങ്ങൾ അറിയാൻ എഴുതാനും. അത് ഇങ്ങോട്ട് ചേർന്ന് ഇങ്ങോട്ട്. ചരിത്രകാരന്മാരെ പറ്റി ചില ധാരണകൾ നമുക്ക് വേണം. ചരിത്രം എന്ന് പറയുന്നത് ജയിക്കുന്നവൻ എഴുതുന്നതാണ് ചരിത്രം. പരാജയപ്പെടുന്നവൻ അവൻ എത്ര സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയോ പൊരുതിയാലും അവൻ്റെ ചരിത്രം എഴുതപ്പെടുന്നില്ല. ലോകത്തെല്ലായിടത്തും കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് വളരെ മുമ്പ് തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പ്രതാപ് കിഴക്കേമഠം അമൂല്യമായ ഒരു ചരിത്ര സമ്പത്ത് ശരിക്കും ഇന്നിവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പുസ്തകം ശരിക്കും വരും തലമുറയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ഈ പ്രാസംഗികരെല്ലാം പറഞ്ഞതുപോലെ പലർക്കും ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വരും തലമുറയിൽ ഏതെങ്കിലും വിജ്ഞാന പ്രതികൾക്ക് ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, ശരിക്കും ഈ പ്രദേശത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ആഗ്രഹിക്കും. പ്രതാപ് കിഴക്കേമഠത്തിന് സകല ആശംസകളും തരുന്നതോടൊപ്പം പ്രതാപ് കിഴക്കേമഠം എന്ന് പറഞ്ഞാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ പല സംശയങ്ങൾക്കും ഉള്ള ഉത്തരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. കൂടുതൽ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ എഴുതണം എന്ന് ഒരു കാര്യവും കൂടെ പറഞ്ഞാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാനും ഈ ബുക്ക് കയ്യിൽ കിട്ടാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ സംശയങ്ങളെല്ലാം മാറും എന്നുള്ള പ്രതീക്ഷയിലൂടെയാണ്. ഈ പുസ്തകം സമർപ്പിച്ചത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ രേഖാമൂലം. ഈ പുസ്തകം രേഖാമൂലം സമർപ്പിച്ചില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ ഈ പുസ്തകം എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ അമ്മയച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. മാസങ്ങളുള്ളപ്പോഴാണ് എന്നെ ഈ ക്ഷേത്രത്തിലേക്ക് അമ്മ കൊണ്ടുവരുന്നത്. ഇവിടെ ഭഗവാന്റെ ഒരു നക്ഷത്രത്തിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, ധനുമാസ തിരുവാതിരയിൽ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷവും. അതുപോലെ തന്നെ എല്ലാ ഇതിലും ഇവിടെ വരാനും പ്രദോഷവ്രതമായാലും മറ്റു വ്രതങ്ങളിലും എല്ലാ ദിവസവും അങ്ങനെ ഈ എല്ലാ ദിവസവും മിക്കവാറും എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ഞാൻ ചെലവഴിച്ച ഒരു ക്ഷേത്രമാണ് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം. അതുകൊണ്ട് നമ്മുടെ ശ്രേയസ് കല്യാണ മണ്ഡലത്തിൽ ഒരു ദേവപ്രശ്നം, അപ്പോൾ ആ ദേവപ്രശ്നം വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വലിയ ജോലിസിനാണ് ദേവപ്രശ്നത്തിൽ വന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ തർക്കമുണ്ട്. ഭൂതത്താനെ സംബന്ധിക്കുന്ന നമ്മുടെ ശ്രീകണ്ഠേശ്വരൻ്റെ അല്ലെങ്കിൽ പരമശിവന്റെ ഭൂതത്താനെ ഒന്നായിട്ടുള്ള ഭൂതത്താനെ സംബന്ധിക്കുന്ന ഒരു ചെറിയൊരു ചർച്ച. അത് ശാസ്ത്രമാണ് എന്ന് ഒരു ഭാഗമാണ്, അതല്ല ഭൂതത്താനാണെന്ന് പറയുന്നത്
ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉടലെടുത്ത സ്ഥിതിക്കാണ് ഈ സാധാരണ ക്ഷേത്രങ്ങളിൽ നേരത്തെ നമ്മുടെ ഇവിടെ വേർപ്പൻ ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ചരിത്ര പുസ്തകം ആവശ്യം. വേദപ്രശ്നങ്ങൾ നടക്കുമ്പോഴായാലും ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഏത് ആരാധനാലയങ്ങളായാലും വീടായാലും കുടുംബമായാലും ഒക്കെ അതിനൊരു ചരിത്രം ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ദേവപ്രശ്നത്തിൽ ഇരിക്കാൻ തന്നെ. ആ ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട്, അതിൻ്റെ ഇന്നലകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ദേവപ്രശ്നത്തിൽ ഇരുന്നുകൊണ്ട് അപ്പോഴേ അത് പൂർണ്ണമാകും. ഇപ്പോൾ ശ്രീമൻ ചേട്ടനൊക്കെ നമ്മുടെ വേദവേദാന്ത പഠന കേന്ദ്രത്തിൻ്റെ ധർമ്മരാജയുടെ കൂടെ നിരവധി ക്ഷേത്രങ്ങളിൽ പോവുകയും ദേവപ്രശ്നങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. അവരൊക്കെ ആ ക്ഷേത്രത്തിനെക്കുറിച്ച് വ്യക്തമായി അതിൻ്റെ ഇന്നലകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ദേവപ്രശ്നത്തിലേക്ക് കടക്കുന്നത്. പഠനം നടത്തി, ഗവേഷണം നടത്തി, മനനം നടത്തി എഴുതിയ ഒരു കുറേ രേഖകൾ, അതാണ് ട്രാവൻകൂർ ഡൈനാസ്റ്റിക് റെക്കോർഡ്സ്. ഉത്തരവുകൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ബുക്ക് എഴുതാനൊരു എല്ലാവരും നാടകം. അപ്പോഴാണ് ഈ ഫോർട്ടുഗേസ് കോഡിൽ എത്രമാത്രം കലാകാരന്മാരും പണ്ഡിതന്മാരും, നമ്മുടെ ഡോക്ടർ സാംബശിവൻ, അതുപോലെ എത്ര ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഒരു വാക്കിൽ പറയുക അല്ലെങ്കിൽ 2 വാക്കിൽ പറയുക എന്ന് പറയും. നാരായണഗാന്ധിയുടെ വേറൊരിടത്തേക്കാണ്. കാരണം അദ്ദേഹം ഇല്ലാതെ ഒരു കാര്യം എന്ന് പറയാനൊരു 20 വീഡിയോസ് ചെയ്തത് അല്ല, ഏതാണ്ട് 22 ഞങ്ങൾക്ക് എന്തോ ഒരു പോരായ്മ. അപ്പം എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എനിക്കറിയാം, എൻ്റെ ശബ്ദം കേൾക്കാൻ കൊള്ളുന്ന ഒരു ശബ്ദമല്ല, അത്ര നല്ല വോയിസൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം. ഈ പുസ്തകം ഇത് എത്ര നാളെടുത്ത് എഴുതി തീരായിട്ട്? 3 വർഷം അത് പറയാം.